ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ വീഡിയോ ഇന്നും എടുത്തില്ല. എനിക്കിത്തിരി അന്നത്തെ ഇച്ചിരി ബിസിയൊക്കെ ആയിരുന്നു. അച്ചാറൊക്കെ ഇടണമായിരുന്നു, അതിൻ്റെയൊക്കെ പറയുമായിരുന്നു. പിന്നെ ഇന്നലത്തെ ആ മുട്ട ഫ്രൈ നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ അപ്പവും ചപ്പാത്തിക്കൊക്കെ നല്ലൊരെണ്ണമാണ്. അപ്പം പിന്നെന്തുകൊണ്ട് പിന്നെ പുതിയ പുതിയ കുറേ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്. അതിലൊത്തിരി നന്ദിയുണ്ട്. വീഡിയോ കാണുന്നുണ്ട് മിക്ക ആൾക്കാരും, പക്ഷേ കമൻസ് ഇടുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇനി കമൻസ് ഇടണം കേട്ടോ. അപ്പം ചോളപ്പൊടിയും കൊണ്ട് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിയില്ലേ, നല്ലതായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കൊഴുക്കട്ടയുടെ ഇത് കാണിച്ചോണ്ടേ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി കട്ടി കുറച്ചുണ്ടാക്കണം, അന്നേരം അത് വേവുമെന്ന്. ആരാ ഇപ്പോൾ വന്നേ? അല്ല, ഒരു മിനിറ്റ്. ആ മെഡിസിൻ രാവിലെ ഓർഡർ ചെയ്താണ്. ആ മെഡിസിൻ തീർന്ന അപ്പം അതുകൊണ്ട് വന്നേ ഇപ്പം. അപ്പോൾ പറഞ്ഞ് കട്ടി കുറച്ച് ഉണ്ടാക്കി അത് വേവും. അപ്പോൾ ഞാൻ ചിന്തിച്ച് എൽദോയായിട്ടത് ഞാൻ ചിന്തിച്ച് എൽദോയ്ക്ക് ഇതെങ്ങനെ അറിയാം, പെങ്കൊച്ചല്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ് കട്ടി കുറച്ചല്ല ഇട്ടത്, അന്നേരം കട്ടി കുറച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ശർക്കര വെളിയിൽ ഉരുകി വെളി വരും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ്. ഇല്ല, പണ്ട് ഓശാന ഞായറിനൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ടേ, ഞാനും കൂടുമായിരുന്നു കൂടെ, അങ്ങനെ അറിയാമായിരുന്നു. അപ്പം നമ്മൾ ചിന്തിച്ചോ, നമുക്ക് മാത്രമല്ല കുക്കിംഗ് അറിയാവുന്നതെന്ന്. ഇങ്ങനെ അറിയാവുന്ന കുറേ പേരുണ്ട്. അഖിലിനാണേലും എല്ലാ കുക്കിംഗ്. അഖിൽ പറയുന്നത് അമ്മ ജോലിക്ക് പോകുമായിരുന്നു, അപ്പോൾ രാവിലെ അമ്മ എണ്ണിക്കും. അപ്പോൾ ഒരു പ്രായമോ ഒരു പക്വതയൊക്കെയാണ് അഖിലും കൂടെ എണ്ണിക്കുമായിരുന്നു. അവനെ കഴിയുന്നതൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അഖിൽ പറഞ്ഞായിരുന്നു ചേച്ചി ചിക്കൻ അച്ചാറും വെജിറ്റബിൾ അച്ചാറൊക്കെ ഒന്ന് കാണിക്കാൻ. ഞാൻ ഒത്തിരിയും പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ പക്ഷേ കമൻറ്റിൽ റിപ്ലൈ അങ്ങനെ പകുതി കൊടുത്തില്ല. അതിൻ്റെ ഇപ്പോഴാണ് ഓർത്ത്. ഞാൻ കുറേ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയൊക്കെ അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴും ഇട്ടാൽ ചിലർ പറയും ഇതെന്നും എന്തിനാ കാണിക്കുന്നത്, അങ്ങനെയും പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് കാണിക്കാതിരുന്നതാണ് ഫുള്ള്. അപ്പോൾ അന്ന് രാവിലെ അപ്പം ഉണ്ടാക്കിയതെന്ന് പറയാം. അന്ന് ഞാൻ വെജിറ്റബിൾ ഊത്തപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുണ്ടാക്കിയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് അതുപോലെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ മറിച്ചിടാതെ ഉണ്ടാക്കി, അത് കഴിഞ്ഞൊന്ന് മറിച്ചിട്ട് നോക്കാമെന്ന് വെച്ച്. അങ്ങനെ രണ്ടും കുഴപ്പമില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഇത്തിരി കട്ടിയായിട്ടിരിക്കുമ്പോൾ അകം വേവാൻ ഇത്തിരി സമയമെടുത്തു. അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചിട്ടതാണ്. അതിനുശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത്. അപ്പോൾ ചില കമൻസ് വന്നായിരുന്നു, ചില കമൻസ് അല്ല, ഒരു കമൻറ്റ് വന്നായിരുന്നു, ബിജി പുള്ളിക്കാരി പാത്രം കഴുകുന്നുണ്ടേ, ഞാൻ പാത്രം കഴുകുന്നത് ഓർമ്മ വരുമെന്ന്. അപ്പോൾ എന്നെ പാത്രം കഴുകുമ്പോഴൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ടല്ലേ, അതിൽ സന്തോഷമുണ്ട്. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ കുറച്ച് കൊച്ചു കിസുമത്ത് പണികളുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിച്ച് എല്ലാ വെജിറ്റബിൾസ് നമുക്ക് അരിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയില്ലല്ലേ. ഗ്യാസേ വെച്ചാൽ പിന്നെ വിസിലടിക്കുമ്പോൾ ചെന്ന് ഓഫാക്കിയാൽ മതിയല്ലേ. അങ്ങനെ പെട്ടെന്നൊരു സാമ്പാർ. പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊമരയൊക്കെ ഇട്ട് പുളിവെള്ളം എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് ഒരു സാമ്പാർ. പിന്നെ സാമ്പാർ എന്ന് വെക്കുമ്പോൾ പിന്നെ നാളെ ഇഡലിയോ ദോശയോ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അന്നേരം ഇന്നും പറ്റും നാളെയും പറ്റും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇന്നലത്തെ ബീഫിൻ്റെ അതുണ്ടായിരുന്നു, ചപ്പാത്തിക്ക് കുറച്ചുകൂടെ ഇന്ന് ഉച്ചക്കത്തേക്കിനൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചപ്പാത്തിക്ക് പിന്നെ വേറെ കൂട്ടാൻ്റെ നമുക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, അതുള്ളത് കൊണ്ട്. പിന്നെ വൈകിട്ടത്തേക്കിന് എന്തെങ്കിലും മതിയല്ലേ, വൈകിട്ട് അങ്ങനെ ചോറിൻ്റെ കൂടെ ഈ സാമ്പാറും പിന്നെ എന്തെങ്കിലുമൊക്കെ തോരനോ എല്ലൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ഈ ഉച്ച വരെയുള്ള വീഡിയോയായി എടുക്കുന്നത്. അത് കഴിഞ്ഞ് എന്തോ ചെയ്യുന്നതാണ്, ചില ദിവസങ്ങളിൽ
വൈകിട്ടത്തെ കാപ്പി ഇടുന്ന അങ്ങനെ വല്ലതും കാണിക്കത്തേ ഉള്ളൂ. മിക്കവാറും ഉച്ച വരെ ഉള്ളതേ ഈ എടുക്കത്തുള്ളൂ. പിന്നെ അങ്ങ് നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് താഴെ വെച്ചാൽ പിന്നെ അതിനെ പിന്നെ എടുത്ത് മേപ്പോട്ട് വെക്കുന്ന പരിപാടി ഇത്തിരി ബുദ്ധിമുട്ടും മറന്നും പോവും. അതുകൊണ്ട് ഉച്ച വരെയുള്ള വീഡിയോകൾ ഇതൊക്കെയായി കാണിക്കുന്നത്. അപ്പോൾ സാമ്പാർ ഞാൻ എല്ലാം ചേർത്തിട്ടൊന്ന് അടപ്പത്തോട്ട് വെച്ച് 2-3 വിസിലടിച്ചെടുക്കട്ടെ. വിസിലൊക്കെ അടിച്ചു. ഞാൻ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് തുറന്ന് വിട്ട്. പിന്നീട് ഞാൻ ലാസ്റ്റിൽ നമ്മുടെ സാമ്പാറിന് കടുകൊക്കെ വറുത്തു. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനിട്ടു. മഴയാന്നേലും വെയിലാന്നേലും മഞ്ഞാന്നേലും കാറ്റാന്നേലും നമുക്ക് അന്നെന്നുള്ള തുണികൾ നമുക്ക് കഴുകിയാലല്ലേ ആക്കത്തുള്ളൂ. അതുകൊണ്ട് തുണിയൊക്കെ ഇട്ടു. എങ്ങനെയാലും ഇല്ലേ, നമ്മുടെ ഈ ഇടനാഴിയിൽ ഇടുന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്നുള്ള ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഉണങ്ങും. അപ്പം എത്രയും ആയവള്ളിയിൽ ഇടാൻ പറ്റുമോ അതെല്ലാം ചെറുതാന്നേലും കമ്പേ കുത്തി ഞാനങ്ങ് അവിടെ അങ്ങ് ഇടാൻ നോക്കും. അപ്പോൾ റീച്ചാൻ ചെറുതൊക്കെ ഇച്ചിരി ഇവിടെ മേളിൽ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വലുതൊക്കെ ഇവിടെ ഇടും. അപ്പോൾ റീച്ചാൻ പറയാം അങ്ങ് ഹോളിൽ അങ്ങ് ഇട്ടാൽ മതിയെന്ന്. അവിടെ ഞാൻ പറയും എല്ലാം കൂടെ അട്ടി കിടന്നാൽ ഉണങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇവിടെ അങ്ങ് നിറയ്ക്കാൻ നോക്കും ആ പാസേജിൽ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളിടത്തെല്ലാം ഇടാൻ നോക്കത്തുള്ളൂ. മഴ ഇങ്ങനെ ഉണ്ടെങ്കിലും എൻ്റെ ബോഡി ചൂടിന് ഒരു കുറവും ഇല്ലെന്നുള്ളത്. അപ്പം ഞാൻ തുണികളും എല്ലാം വിരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാനെടുത്തു. അപ്പം സാമ്പാർ, പിന്നെ മീനെന്ന് പറയുന്നത് അന്ന് മീൻകറി വെച്ചതിൽ 2-3 പീസ് ബാക്കി ഇങ്ങനെ കിടന്ന് ആർക്കും വേണ്ട. പിന്നെ ഞാൻ അതിനെ എടുത്തൊന്ന് മസാല കറിക്കകത്തൊന്ന് എടുത്തൊന്ന് വറുത്ത് അതൊരു പീസ് ഞാനും എടുത്ത്. പയറ് തോരനുണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി നമ്മുടെ ബീഫിൻ്റെ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഊണിന് ഇന്ന് ഇതൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു പുള്ളിക്കാരന് ഫോൺ ചെയ്ത് ചോദിക്കുന്നിടത്തുണ്ടല്ലോ മീൻ, പുള്ളി ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ റീച്ചാൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ റീച്ചാൽ ചെന്ന് നോക്കിയാലും നമുക്ക് നല്ലതാണെന്നോ ഇല്ലയോ എന്നറിയാതെ ഈ സമയത്ത് നമുക്ക് പോയി നോക്കിയാലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് നല്ല ഫ്രഷാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം ഈ അവസ്ഥ ആയതുകൊണ്ട് ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വരണം. രാത്രി ചിന്തിക്കും നാളെ രാവിലെ പോയി. പുള്ളി ഡെയിലി പോകാറില്ല, ഒന്നട വിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ വാട്സപ്പിൽ ഗ്രൂപ്പിൽ പുള്ളി ഇങ്ങനെ അന്നുള്ള മീനിൻ്റെ ഫോട്ടോകൾ ഇമേജ് ഇടും. അപ്പം നമ്മൾ കഴിക്കുന്ന ചില ദിവസം ഞാൻ പോകാമെന്നും പറഞ്ഞ് നാളെ രാവിലെ എന്തോ എന്തെങ്കിലും പോകണമെന്നും പറഞ്ഞിരിക്കുന്ന ദിവസം വാട്സപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന അങ്ങനെയുള്ള മീനുകളൊന്നും അതിൽ കാണത്തില്ല. അങ്ങനെ അങ്ങ് നീണ്ടു പോവാം. എന്തുവാന്നേലും ഒരു ദിവസം ഇനി ഒന്ന് പോയി നോക്കിയേ ഒക്കത്തുള്ളൂ, നോക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഈന്തപ്പഴം അച്ചാർ ഇടണമായിരുന്നു, കുറച്ച് മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് അതെല്ലാം ഇനി ഒന്നെടുത്ത് റെഡിയാക്കി വെക്കണം. ഈ ഈന്തപ്പഴം അച്ചാർ, ലെമൺ ആൻഡ് ഡേറ്റ്സ് ഇതൊക്കെ നമ്മുടെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്, ഒരിത്തിരി മധുരമൊക്കെ ആകുമ്പോഴേ. അപ്പോൾ പ്രൈസം മോന് ഒരു ആക്ടിവിറ്റി ഉണ്ട്, വേൾഡ് എൻവയറമെൻറ്റ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വീഡിയോ അവർ അയച്ചു തന്നു, നമ്മളെങ്ങനെ ഇവർക്ക് ഡോ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ 1 കപ്പ് ആട്ടാമാവ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി കൂടുതൽ ഉപ്പ് ചേർക്കണമെന്ന് പറഞ്ഞു. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. അപ്പോൾ ആരെങ്കിലും കണ്ടാണ് ചിന്തിച്ച് കാണും ഞാനിത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പോവാ അതില്ലേ. എന്നാലും ചിന്തിച്ചു അയ്യോ ഇതെന്തോ ഉപ്പാ വാരിയിട്ടേന്ന്. അവന് ഡോ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നേരത്തെ ഈ പോള് പഠിച്ച ഈ സ്കൂളിലാണെങ്കിൽ അവനിവിടെ ഞങ്ങളുടെ ലോക്കണ്ടുവാല ഫൗണ്ടേഷൻ സ്കൂളിലാണ് പഠിച്ചത് 4ാം ക്ലാസ് വരെ. അതിനുശേഷം ഞങ്ങൾ നീരാറോടി പോയപ്പോഴാണ് അവനെ ഇവിടുന്ന് മാറ്റിയത്. അപ്പോൾ എന്നും ആക്ടിവിറ്റി, പേരൻസിന് എന്നും ദൈവമേ നമുക്ക് ജോലി തന്നെ ആയിരുന്നു. ഇപ്പം പക്ഷേ അത്രയൊന്നുമില്ല. അപ്പം ഡോ ഒക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ നമുക്കതൊന്ന് കുറച്ച് പരിപാടികൾ വീട്ടിൽ നിന്ന് ചെയ്ത് വിടണം. ബാക്കി കളറിങ് എല്ലാം പിള്ളേർ അവിടെ സ്കൂളിൽ ചെന്ന് ചെയ്യും. എന്നിട്ട് ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഈ ആക്ടിവിറ്റി ദിവസത്തെ ഉള്ള എല്ലാവരും വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോയാണ് ഇട്ട് കൊടുത്തത്, ഇപ്പോൾ ഇതിൻ്റേത് വീഡിയോ ആയിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ ഈ ഡോ എന്നുണ്ടാക്കട്ടെ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് ഉണങ്ങണമായിരുന്നു, പക്ഷേ വീഡിയോയിൽ അവരത് ബേക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഇങ്ങനെ ഫാനിൻ്റെ കീഴിൽ തന്നെ വെച്ച് എന്നിട്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് ഓവനിൽ വെച്ചോണ്ടേ അതങ്ങ് വേവുന്നത് പോലെ തോന്നി. പിന്നെ ഞങ്ങൾ ഓവനിൽ നിന്ന് എടുത്ത് അപ്പം കുറച്ച് നേരം ഇങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കിന് കുറച്ചൊക്കെ ഒരിച്ചിരി വെറ്റൂടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്നോ ഒരുമിച്ച് വെച്ചാൽ അത് ഒട്ടിപ്പോകുമെന്ന് പറഞ്ഞ് പിന്നെ ബട്ടർ പേപ്പറിൽ ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് പൊതിഞ്ഞു കൊടുത്ത്. ഇതിപ്പം ഞാൻ കുറച്ച് ചെയ്തു, കുറച്ച് വന്ന് പോൾമോൺ ചെയ്തു, പിന്നെ
രാവിലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്ത് റേച്ചാനൊന്ന് കളറിങ് ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് വന്നവനെ കൊണ്ട് രാവിലെ വീട്ടിൽ തന്നെ ചെയ്യിപ്പിച്ചു. അപ്പം 4 എണ്ണം ഞാനിങ്ങനെ ഈ ഡോയ്ക്കകത്ത് തന്നെ 4 ഇങ്ങനെ പാർട്ട് ഇത് ഉണ്ടാക്കണമായിരുന്നു ഷേപ്പ് എടുത്ത്. പോളിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടോ. പ്രൈസമോൻ ഇങ്ങനെ വല്ല ആക്ടിവിറ്റിയോ വല്ലതും ഉണ്ടെങ്കിൽ പറയും, എടാ നീ നല്ലതായിട്ട് ചെയ്യണം, നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തിട്ട് വരണം, അതോ ഇത് എന്നൊക്കെ അവനെ ഒരു ഭയങ്കരമായിട്ടൊരു കെയറിങ്. കാരണം വെരി ഗുഡ് കിട്ടണം, എക്സലൻറ്റ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ പിന്നെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി ഫാനിൻ്റെ കീഴിലൊക്കെ വെച്ച് ഉണക്കി രാവിലെ അവന് ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ രാവിലെ ഇത് വീട്ടിൽ തന്നെ ഒരെണ്ണം 4 എണ്ണം ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കിയെന്ന്, അതിൽ ഒരെണ്ണം എടുത്ത് പിന്നെ വീട്ടിൽ കളറിങ് ഒക്കെ ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഉപ്പ് കൂടുതൽ ചേർക്കുമ്പോൾ ഇതങ്ങ് നന്നായിട്ട് കട്ടിയാവും, ഇത്തിരി പെട്ടെന്ന് ഡ്രൈ ആകുമെന്ന് തോന്നുന്നു. ഇതിനേക്കായി കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നതായിട്ടാണ് വീഡിയോയിൽ കാണിച്ചത്, ഞാൻ ചേർക്കുന്നതിനേക്കായി. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അന്നേരം ഒരു കല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് തോന്നും, അതുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നീട് ബാക്കിയൊക്കെ പൂൾമോനൊക്കെ ചെയ്ത് അവനെയും പിടിച്ച് നിർത്തി ഞങ്ങളടുത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഫുള്ളും അവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ നേരം വെളുക്കും ഇതെല്ലാം തന്നെത്താൻ ചെയ്യിപ്പിക്കുകയെന്ന് വെച്ചാൽ. പിന്നെ ഞാൻ പെട്ടെന്ന് ഡോയൊക്കെ റെഡിയാക്കിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു ബാക്കിയെല്ലാം. ഇനി ഇവരുടെ സ്കൂളിൽ പിള്ളേർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം നാണ്ട പ്രൈസമോൻ ഇരുന്ന് കളറിങ്ങും ഒക്കെ ചെയ്യുന്നു. പ്രൈസമോനെ കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.